തൃശൂർ കുതിരാനിലെ ഒറ്റയാനെ മയക്കുവെടി വയ്ക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ 24-നോട്. കുതിരാനിൽ തുരങ്കം വന്ന ശേഷമാണ് വന്യമൃഗശല്യം കൂടിയത്. വനത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ എന്ന് ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി പറഞ്ഞത് കേൾക്കാം. കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് ഇത് മൂർച്ഛിച്ചതെന്നാണ്. അപ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. കാനന മധ്യത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്നാലോചിക്കേണ്ട ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കുതിരാൻ സംഭവം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ബന്ധപ്പെട്ടവർ ഗൗരവത്തിൽ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി സ്ഥലം വാങ്ങി റോഡുകളുണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ മുന്നറിയിപ്പുകളെ വല്ലാതെ ബാധിക്കുന്ന വിധത്തിൽ അത് വരുമ്പോൾ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമാണ് ആദ്യമായി മുമ്പിൽ വരുന്നത്. അതേസമയം ആന മതപ്പാടിലായതിനാൽ മയക്കുവെടി വെക്കുന്നതിനുള്ള ദൗത്യം സങ്കീർണമാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ആന മതപ്പാടിലാണ് എന്ന് പറയുന്നു. എന്നാൽ വനം മന്ത്രി ഇത് മയക്കുവെടി വെക്കുന്നതിന്റെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മളോട് സംസാരിച്ചത്. അത് സാധ്യമാകാനുള്ള സാധ്യതയില്ല എന്നതാണോ വിവരങ്ങൾ? അനുജ, 4 ദിവസം ആ പ്രദേശത്തെ വിറപ്പിച്ച കാട്ടാനയെ കാട് കയറ്റാനുള്ള നടപടികൾ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. കുങ്കിയാനകളെ എത്തിച്ച് അവിടെ പരിശോധനകൾ നടത്തുന്നു. ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ആ കാട്ടാന പിന്നീട് ഈ കുങ്കിയാനകളുമായിട്ടുള്ള പരിശോധന ആരംഭിച്ചതിന് പിന്നെ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. വനംവകുപ്പിൻ്റെ ഡ്രോണിലും ആനയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ യോഗം ചേർന്നിരുന്നു. തുടർ നടപടികൾ ആലോചിക്കുന്നതിന് വേണ്ടി 3 തരത്തിലുള്ള നിരീക്ഷണങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനം. ഇതിൽ മയക്കുവെടി വെക്കുക എന്നുള്ളത് ഏറ്റവും അവസാനത്തെ ഒരു ശ്രമമായാണ് കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് ആന മതപ്പാടിലുള്ളത് കൊണ്ട് തന്നെ മയക്കുവെടി വെച്ചാൽ അത് കൂടുതൽ സങ്കീർണമാകും. ആനയുടെ ആരോഗ്യസ്ഥിതിയെ അടക്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഏറ്റവും അവസാനത്തെ ഒരു തീരുമാനം ആയി എടുക്കാം എന്നുള്ളതാണ് നിലവിൽ കരുതി വെച്ചിരിക്കുന്നത്. വനംമന്ത്രിയുടെ പ്രതികരണം മറ്റൊരു വസ്തുത കൂടി വെളിച്ചം വീശുന്നതാണ്. അതായത് ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിന് ശേഷമാണ് ഈ മേഖലയിലേക്ക് ഇത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായത്. അതായത് ഇത്തരം തുരങ്കപാതകൾ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം നടപടികൾ വേണമോ എന്നൊരു ചോദ്യം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ച കൂടി വനമന്ത്രിയുടെ ഈ പ്രതികരണം വഴിവെക്കുകയാണ്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.